കോതമംഗലം മേദല മുഹൈദ്ദീൻ ജുമാ മസ്ജിദിൽ നാട്ടുകാരുടെ പ്രതിഷേധം മറികടന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ കോടതി വിധി നടപ്പാക്കി. പള്ളിയുടെ പരിപാലനം നടത്തിയിരുന്ന ജമാഅത്തെ കമ്മിറ്റിയിൽ നിന്നും തോട്ടത്തിക്കുളം കുടുംബത്തിന് പള്ളി കൈമാറാനായിരുന്നു കോതമംഗലം മുൻസിഫ് കോടതിയുടെ ഉത്തരവ്. വർഷങ്ങളായി തർക്കം നിലനിന്നിരുന്ന മേദലപ്പള്ളിയിൽ കോതമംഗലം മുൻസിഫ് കോടതിയിൽ നിന്ന് വിധി വന്നതിനെ തുടർന്ന് വൻ പോലീസ് സംഘമെത്തി പള്ളിയുടെ ഗേറ്റ് പൊളിച്ച് അകത്ത് കയറി. പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷം കോടതി ഉത്തരവ് വായിച്ച് പള്ളി വാദികളായ തോട്ടത്തിക്കുളം കുടുംബത്തിന് കൈമാറിയതായി പ്രഖ്യാപിച്ചു. നിലവിൽ പരിസരവാസികളായ മുസ്ലിം കുടുംബങ്ങൾ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കുന്ന ജമാഅത്തെ കമ്മിറ്റിയായിരുന്നു പള്ളിയുടെ പരിപാലനം നടത്തിയിരുന്നത്. എന്നാൽ കോടതി വിധി തികച്ചും നിയമവിരുദ്ധമാണെന്നും അത് നടപ്പിലാക്കാൻ പറ്റാത്തതാണെന്നും ജമാഅത്തെ കമ്മിറ്റി വക്കീൽ MM അലിയാർ പറഞ്ഞു. 2022 വഖഫ് ബോർഡ് ഇതിന്റെ ഭരണം ഏറ്റെടുത്തിരുന്നു. വഖഫ് ബോർഡിന്റെ ഇന്ററി മുത്തവല്ലിയെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇന്ററി മുത്തവല്ലി യാതൊന്നും തടസ്സവും പറയാതെ, ഒരു നിയമ തടസ്സവും പറയാതെ നേരെ അവർക്ക് കൈമാറി. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് കോടതിയിൽ നിന്ന് പോലീസിനെയും സംവിധാനമായിട്ട് വന്നിട്ട് പള്ളി അവരുടെ കൈവശം എടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു പള്ളി ഇനി തോട്ടത്തിക്കുളം കുടുംബത്തിന്റെ കൈമാറി, വഖഫ് ബോർഡ് അവർക്കത് കൈമാറി. പക്ഷെ ബാക്കിയുള്ള ഇവിടെയുള്ള ഈ ജമാഅത്തും മഹല്ല് ജമാഅത്തും അതിന്റെ കീഴിൽ 12 വേറെ പള്ളികളും അത്രയും മദ്രസകളും സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാം എന്തായാലും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കമ്മിറ്റി ആ വഴിക്ക് അങ്ങ് പോകും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതിനകത്ത് ഇപ്പൊ പള്ളി മാത്രമേ പോയിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആ പള്ളി ഇവര് കേസ് കൊടുത്ത പള്ളി 2022 തന്നെ പൊളിച്ചു. ആ പൊളിച്ച പള്ളിയെ ശരിക്കും ഇപ്പൊ അവർ കൈവശം എടുത്തോട്ടുള്ളൂ. പള്ളിയും ഖബർസ്ഥാനും അവർ കൈവശം എടുത്തു. പള്ളിയും ഖബർസ്ഥാനും പൊതുമുതല. അത് ആരുടെ കൈവശം എന്ന് പറയുന്നത് തന്നെ വലിയൊരു കോമഡി. അത് പൊതുജനങ്ങളുടെ കൈവശത്തിൽ നിന്ന് ഇപ്പൊ അവര് ആ കുടുംബക്കാരെ കൈയേറ്റെന്ന് പറഞ്ഞു. പള്ളിയുടെ കൈവശം അങ്ങനെ എന്ത് പറഞ്ഞാലും പോകില്ല. അത് വഖഫാ. ഇനി കോടതിയിൽ ഒരു കാര്യമില്ല. കാരണം കോടതിയുടെ ഇടപാടെല്ലാം തീർന്നു. കോടതി കാണിച്ച എല്ലാം വിവരക്കേടാണ്. ഒരിക്കലും കോടതി നിയമം എന്താണെന്ന് നോക്കിയില്ല. കോടതി ഈ കോടതിയിൽ അവർ വാദിക്കും പ്രതിക്കും കോടതിക്കും നിയമം എന്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പീലിലും അങ്ങനെ തന്നെ. ഹൈക്കോടതി ചെന്നപ്പോൾ ഹൈക്കോടതിയിൽ ഏതോ ജഡ്ജി വളരെ മോശമായിട്ട് തന്നെ നിയമം നോക്കാതെ, വഖഫ് നിയമം എന്താണെന്ന് നോക്കാതെ, മുത്തവല്ലി എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് നോക്കാതെ ഇത് കൊടുക്കാൻ പറയാ. പള്ളിയുടെ കൈവശം ഒരാൾക്ക് കൈമാറുന്ന പള്ളി പടച്ചോന്റെ കൈവശത്തിലാ. എന്ത് മണ്ടത്തരം ചെയ്തേക്കണേ. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്